ഈ കാണുന്നതാണ് നമ്മൾ പുതിയതായിട്ട് മേടിച്ച സോളാർ പാനൽ. അപ്പോൾ ഈ ഒരു സോളാർ പാനൽ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സോളാർ പാനൽ നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ മേടിച്ചതാണ്. അപ്പോൾ ഈ ഒരു പാനൽ നമ്മൾ മേടിച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യുന്ന ബാറ്ററി ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആയിക്കോളും. ചാർജ് ആയി കഴിഞ്ഞാൽ തന്നെ ഡിസ്കണക്റ്റ് ആകുന്ന രീതിയിലേക്കാണ് നമ്മളിവിടെ പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ അങ്ങനെയെല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കും ഈ ഒരു പാനൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇതുപോലൊരു പാനൽ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വർഷങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. പെട്ടെന്ന് കംപ്ലയിൻ്റ് ഒന്നും ആവില്ല. ഇതിൻ്റെ ഗ്ലാസ് പൊട്ടാതിരുന്നാൽ മാത്രം മതി. അതുപോലെ നമ്മൾ ഈ ഒരു പാനൽ മേടിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യം നമുക്ക് ഇതുപോലത്തെ ലിഥിയം അയൺ ബാറ്ററി ഈ ഒരു പാനൽ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. അപ്പോൾ അതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പാനൽ ഉപയോഗിച്ച് നമുക്ക് അടുത്തായിട്ട് എന്താ ഉണ്ടാക്കേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇത് ഉണ്ടാക്കി കാണിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ബോർഡും അതുപോലെ തന്നെ ഇതുപോലത്തെ ലിഥിയം അയൺ ബാറ്ററിയും ഇതുപോലത്തെ പാനലും ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം 5 വോൾട്ടിൽ താഴെ പ്രവർത്തിക്കുന്ന എല്ലാ ഉപകരണങ്ങളും നമുക്ക് സോളാറിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സോളാർ പാനലാകുമ്പോൾ വലിയ വിലയില്ല, ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് സാധാരണ വലിയ സോളാർ പാനലിൻ്റെ സോളാർ ചാർജ് കൺട്രോൾ വർക്ക് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഈ ഒരു സോളാർ പാനൽ 285 രൂപയാണ് നമുക്കായത്. നമ്മളിത് മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ 285 രൂപയ്ക്ക് മേടിച്ച് ഈ ഒരു സോളാർ പാനൽ അടിപൊളി സംഭവം കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാൻ മനസ്സിലാവും. അതുപോലെ തന്നെ ഞാനിവിടെ ഓർഡർ ചെയ്ത സമയത്ത് ഈ ഒരു പാനൽ 2.5 വാട്ട്സാണ് കാണിച്ചത്. പക്ഷേ എനിക്കിവിടെ കിട്ടിയത് 3 വാട്ട്സിൻ്റെ പാനലാണ് കിട്ടിയത്. അതിൽ 285 രൂപയ്ക്കാണ് മേടിച്ചത്. ഈ ഒരു പാനൽ മേടിച്ച് ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കി ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ കൂടി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സോളാർ പാനൽ അത്യാവശ്യം നല്ലൊരു സൈസ് തന്നെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സോളാർ പാനലിൽ ഇപ്പോൾ ചെറിയ ലൈറ്റ് കൂടി കണക്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ബൈക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഫോഗ് ലാമ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു സോളാർ പാനലിൻ്റെ ബാക്കിൽ 5 അടി നീളത്തിലൊരു കേബിളും അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് ഭാഗത്ത് ഈ ഒരു ടൈപ്പ് ഒരു പിന്നും ഉണ്ടായിരുന്നു. ഈ ഒരു പിന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. അത് നമുക്ക് ഓരോ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ഒരു പിന്ന് കട്ട് ചെയ്ത് മാറ്റി. അതുപോലെ ഈ ഒരു പാനൽ പോളി ക്രിസ്റ്റലൈൻ പാനലാണ്. അതുപോലെ തന്നെ ഈ ഒരു പാനലിൻ്റെ പോരായ്മ എന്ന് പറയാൻ നമ്മളിത് ഓർഡർ ചെയ്ത സമയത്ത് അതിനകത്ത് ഫോട്ടോയിൽ കാണിച്ചതിൻ്റെ ചുറ്റുമുള്ള ഈ ഒരു ഫ്രെയിം അത് അലുമിനിയം ആയിരുന്നു. നമുക്കിവിടെ കിട്ടിയത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അതുപോലെ നമ്മൾ ഈ ഒരു സോളാർ പാനൽ ഓർഡർ ചെയ്ത സമയത്ത് വേറെ ഏതോ കമ്പനിയുടെ പേരൊക്കെയാണ് കാണിച്ചത്. നമുക്കിവിടെ കിട്ടിയത് റോക്ക് ലൈറ്റ് എന്ന് പറഞ്ഞ RLSP2 എന്ന് പറഞ്ഞ മോഡലാണ് കിട്ടിയേക്കുന്നത്. എന്തായാലും നല്ല പാനലൊക്കെയാണ്. ഇതിൻ്റെ സൈഡിലെ ആ ഒരു ഫ്രെയിം കൂടി അലുമിനിയം ആയിരുന്നു, കുറച്ചുകൂടെ നല്ലതാണ്. ബാക്കിയുള്ള എല്ലാം നല്ല ഗ്ലാസ് ഒക്കെ ഇട്ട് സാധാരണ നോർമലായിട്ടുള്ള സോളാർ പാനൽ എങ്ങനെയാണോ അതേ രീതി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഉണ്ട്, മോഡൽ. അതുപോലെ തന്നെ വോൾട്ടും കാര്യങ്ങളും എത്ര വാട്ട്സ് എന്നെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പാനലിൽ തന്നെ 5 മുതൽ 6 വോൾട്ടിൻ്റെ ബാറ്ററി വരെ നമുക്ക് ചാർജ് ചെയ്യാമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ പാനൽ വെച്ച് നമുക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ തുടർന്നുള്ള വീഡിയോയിൽ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്കത് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ട് 2 കാല് വരെ സംഭവമുണ്ട് നമുക്ക് ഈ പാനൽ ചെരിച്ച് വെക്കാൻ പാകത്തിന്. അപ്പോൾ അതിനൊന്നും വലിയ ക്വാളിറ്റി ഇല്ല എങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു 285 രൂപ വരെ ആ ഒരു വെച്ച് നോക്കുമ്പം വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല പാനൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പാനൽ ഉപയോഗിച്ച് നമ്മൾ ലിഥിയം അയൺ ബാറ്ററിയാണ് 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് ചാർജ് എടുക്കാൻ പോകുന്നത്. അങ്ങനെ എടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഒരുപാട് സമയം ബാക്കപ്പ് കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ ഇവിടെ വന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നോർമലായിട്ട് 12 വോൾട്ടിൻ്റെ സോളാർ ചാർജ് കൺട്രോളറാണ് കിട്ടുള്ളൂ. അപ്പോൾ സോളാർ ചാർജ് കൺട്രോളറാണ് നമുക്ക് ബാറ്ററി ഒരിക്കലും നമുക്ക് നേരിട്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു ചാർജിങ് മൊഡ്യൂൾ, ഇത് 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജിങ് മൊഡ്യൂൾ ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡിലേക്ക് നമുക്ക് ബാറ്ററി കണക്ട് ചെയ്ത് നമുക്ക് സോളാർ പാനലും കണക്ട് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സംശയം. അങ്ങനെയാണ് ഇവിടെ ചെയ്ത് നോക്കി, ഒരു കുഴപ്പമില്ല. ഞാൻ കുറേ ദിവസം ചെയ്ത് റീചാർജ് ചെയ്ത് അതുപോലെ തന്നെ ബാറ്ററി ഡിസ്ചാർജ് ചെയ്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബോർഡ് ശരിക്കും വരുന്നത് നമുക്ക് മൊബൈലിലെ ചാർജർ ഉപയോഗിച്ച് നമുക്ക് ലിഥിയം അയൺ ബാറ്ററിക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബോർഡിൽ ഇപ്പം B+ലും B- നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഔട്ട് എടുക്കാനും ഇൻ എടുക്കാനുള്ള എല്ലാം നമുക്ക് ഇതിനകത്തുള്ള എല്ലാം പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മളിവിടെ പാനൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു കപ്പാസിറ്റർ കൂടി കണക്ട് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഞാനിവിടെ എടുത്താക്കുന്നത് 16 വോൾട്ട് 1000 QFൻ്റെ കപ്പാസിറ്ററാണ്. ഈ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ ചാർജർ കണക്ട് ചെയ്യേണ്ട ആ ഒരു ഭാഗത്ത് തന്നെയാണ്. കപ്പാസിറ്ററിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പം ബോർഡിലും പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ കറക്റ്റായിട്ട് നോക്കിയിട്ട് ആ ഒരു കപ്പാസിറ്റർ ഇങ്ങനെ സോൾവ് ചെയ്ത് കൊടുക്കുക നല്ലതായിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓരം കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കപ്പാസിറ്ററിൽ ഒരു സൈഡിലെ കാലിൽ ചെറിയൊരു വെളുത്ത വര പോലെ കാണും. അപ്പോൾ ആ ഒരു വെളുത്ത വര പോലെ ഉള്ളതാണ് നെഗറ്റീവ്. ഇനി ഒരു ചാർജിങ് മൊഡ്യൂൾ ബോർഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുതരാം. 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി നമുക്ക് 4.2 വോൾട്ട് വരെയാണ് ചാർജ് ചെയ്യേണ്ടത്. അത്രയും ചാർജ് ആയെങ്കിലാണ് ആ ഒരു ബാറ്ററി പൂർണ്ണമായിട്ട് ചാർജ് ആവുള്ളൂ. അതുപോലെ തന്നെ അതിന് മേളിലേക്ക് 4.2 വോൾട്ടിന് മേളിലേക്ക് ഈ ഒരു ബാറ്ററി ചാർജ് ആയിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻ്റ് ആയി പോകും, അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആയിട്ടൊക്കെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോർഡ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഒരു ബോർഡിൽ നമ്മൾ സോളാർ പാനലിൽ നിന്നുള്ള പയറും കൂടി നമ്മൾ കറക്റ്റായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ചാർജ് ഇൻഡിക്കേറ്റർ തെളിയുന്നുണ്ട്. നമ്മൾ പാനലിൽ കൈവെക്കുന്ന സമയത്ത് ആ ലൈറ്റ് കെട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് തന്നെ ഔട്ട് എടുക്കാം. ബാറ്ററി നേരിട്ട് എടുക്കരുത്, ഈ ഒരു ബോർഡിലുള്ള ഔട്ടിൽ നിന്ന് തന്നെയാണ് നമുക്ക് പ്ലസും മൈനസും എടുക്കേണ്ടത്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി നമുക്ക് 2.8 വോൾട്ട് വരെയാണ് മാക്സിമം ഡിസ്ചാർജ് ചെയ്യാവുള്ളൂ. അതിന് താഴേക്ക് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആയി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുപോലെ ബാറ്ററി ഹീറ്റും ആവും.
അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോർഡിൽ നിന്ന് തന്നെ ഔട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ ചാർജിങ് മൊഡ്യൂൾ ബോർഡ് ഇപ്പോൾ ശരിക്കും ഒരു സോളാർ ചാർജ് കൺട്രോളർ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേ രീതി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുന്ന ഇതേ രീതിയിൽ കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പാനലിൽ നിന്നുള്ള വയറിനും പിന്നെ ഡിസ്കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് സ്ഥിരമായിട്ട് ഇതേ രീതിയിൽ തന്നെ ഫിക്സ് ചെയ്ത് വെക്കാം. നമുക്കിത് ഔട്ട് എടുക്കുന്ന ലോഡുകൾക്ക് മാത്രമാണ് ചെറിയൊരു സ്വിച്ച് വെക്കേണ്ട കാര്യമുള്ളൂ, ആ ലോഡ് ഓണും ഓഫും ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഈ ഒരു ചാർജിങ് മൊഡ്യൂൾ ബോർഡിലേക്ക് നമുക്ക് 5 വോൾട്ട് ഇൻപുട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പാനലിന് 9 വോൾട്ട് അല്ലെങ്കിൽ 10 വോൾട്ടൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ബോർഡ് കംപ്ലൈൻ്റ് ആയി പോകില്ല എന്ന് പലർക്കും സംശയം ഉണ്ടാവും. എനിക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത സമയത്ത് യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നല്ല വെയിലൊക്കെയുള്ള സമയത്ത് പാനലിൽ നിന്നുള്ള വയർ കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത്, അതായത് ചാർജിങ് മൊഡ്യൂളിൽ കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ബാറ്ററിയുടെ വയർ ഡിസ്കണക്ട് ചെയ്യരുത്. ആദ്യമേ നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള സോളാർ ചാർജ് കൺട്രോൾ എങ്ങനെയാണോ വയർ കണക്ട് ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെ ആദ്യമേ ബോർഡിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യുക, രണ്ടാമതും മാത്രമാണ് പാനൽ കണക്ട് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ച അതേ ടൈപ്പ് തന്നെ ചാർജിങ് മൊഡ്യൂൾ ബോർഡ് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വയറൊക്കെ കണക്ട് ചെയ്യാനും സോൾവ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമുണ്ട് ആ ഒരു ബോർഡിൽ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യണം. നമുക്ക് ചെറിയ ചിലവിൽ തന്നെ നമുക്ക് ചെറിയൊരു സോളാർ പാനൽ വെച്ച് നമുക്ക് ചെറിയ ചെറിയ ലൈറ്റുകളും ഫാനുകളൊക്കെ നമുക്കെല്ലാം വർക്ക് ചെയ്യാൻ പറ്റും. ഇനി പവർ ബാങ്കിൻ്റെ ബോർഡൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ കാണുന്ന പോലത്തെ 7805 എന്ന് പറയുന്ന ഈ റെഗുലർ ട്രൈസ് വെക്കുവാണെങ്കിൽ കറക്റ്റായിട്ടുള്ള 5 വോൾട്ട് തന്നെ സ്റ്റെബിലൈസ് ആയിട്ട് കിട്ടിക്കോളും. പാനലിന് വോൾട്ട് കൂടി വന്നാലും കുഴപ്പമൊന്നുമില്ല, ബോർഡ് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ അടുത്തൊരു വീഡിയോയിൽ ഈ ഒരു പാനലിൻ്റെ പവർ കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് ബൈക്കിനൊക്കെ ഉപയോഗിക്കുന്ന 12 വോൾട്ടിൽ തെളിയുന്ന LED ലൈറ്റാണ്. ഈ ഒരു ലൈറ്റൊക്കെ നമുക്ക് സോളാർ പാനൽ വഴി നമുക്ക് ഡയറക്റ്റായിട്ട് ബാറ്ററി ഒന്നും ഇല്ലാതെ നമുക്ക് തെളിയിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു പാനലിൻ്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രം തെളിച്ച് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ നമുക്ക് ഈ ഒരു ചെറിയ സോളാർ പാനൽ ഉപയോഗിച്ച് നമുക്ക് ഫോണും ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സോളാർ പാനൽ എന്നുള്ള വയർ നമ്മൾ ഉണ്ടാക്കിയെടുത്തുന്ന ഡിജിറ്റൽ വോൾട്ടും ആംപിയറും കാണിക്കുന്ന മീറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു മീറ്ററിൻ്റെ ഔട്ട് നമ്മൾ പവർ ബാങ്കിൻ്റെ ബോർഡിലെ ഇൻപുട്ടിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ പവർ ബാങ്കിൽ നമ്മൾ ബാറ്ററി ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. പവർ ബാങ്കിൻ്റെ USB ഔട്ടിൽ നമ്മൾ ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോൺ ഈ രീതിയിൽ ചാർജ് ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഫോൺ കണക്ട് ചെയ്തേക്കുന്നോ അല്ലെങ്കിൽ പവർ ബാങ്കിൻ്റെ ബോർഡിലേക്ക് എങ്ങനെയാണ് കൊടുത്തേക്കുന്നതോ അതൊന്നും കാണിക്കുന്നില്ല. അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. അതുപോലെ ഈ ഒരു പാനൽ കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ചാർജ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കവറിലെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോണൊക്കെ ചാർജ് ആകാൻ നല്ല സമയം എടുക്കും, പെട്ടെന്നൊന്നും ചാർജ് ആയി കിട്ടില്ല കേട്ടോ. ചെറിയ ഫോണൊക്കെ ചാർജ് ആയി കിട്ടും, വലിയ ഫോണൊക്കെ ചാർജ് ആണെങ്കിൽ കുറച്ചുകൂടെ കപ്പാസിറ്റിയുള്ള പാനൽ വേണ്ടി വരും. അതുപോലെ നമുക്ക് ഈ ഒരു പാനൽ ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റായിട്ട്, അതായത് ബാറ്ററി ഒന്നും കൊടുക്കാതെ ഡയറക്റ്റായിട്ട് മോട്ടറിലേക്ക് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു മീഡിയം സ്പീഡിൽ ഒരു ഫാൻ പോലെ ഇത് കറങ്ങുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പാനലിലേക്ക് വെയിൽ കിട്ടുന്ന സമയത്ത് മാത്രമാണ് ഈ കാണുന്ന രീതിയിൽ ഇത്രയും സ്പീഡിൽ ഈ ഒരു ഫാൻ കറങ്ങുള്ളൂ. വെയിൽ കുറയുന്നതനുസരിച്ച് ഇതിന് സ്പീഡിൽ കുറവുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ പാനൽ ഉപയോഗിച്ച് നമുക്ക് സോളാറിൽ മാത്രം വർക്ക് ചെയ്യുന്ന ചെറിയ മിനി ഫാനൊക്കെ ഉണ്ടാക്കാൻ കൊള്ളാം. അപ്പോൾ അതിന് ലിഥിയം അയൺ ബാറ്ററിയും നമ്മൾ വീഡിയോയിൽ ആദ്യം കാണിച്ച ആ ഒരു ചാർജിങ് മൊഡ്യൂളും കൂടെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. അതിൽ ഈ ഒരു പാനൽ നമുക്ക് കിട്ടിയ നല്ല രീതിയിൽ പാക്കിംഗ് ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാനൽ മേടിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ വീട്ടിൽ എല്ലാ ലൈറ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നത് സോളാറിലാണ്. നമ്മുടെ വീഡിയോ ആദ്യം മുതൽ കാണുന്നവർക്കറിയാം. അപ്പോൾ ഞാനിവിടെ 50 വാട്ട്സിൻ്റെ പാനൽ ഉപയോഗിച്ചാണ് വീട്ടിലെ ലൈറ്റുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പം DC ലൈറ്റാണ്, ഇൻവെർട്ടർ ഒന്നും ഇല്ലാതെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാനൽ മേടിച്ച് നമുക്ക് ഒരുപാട് ലൈറ്റുകളൊന്നും ഈ ഒരു ചെറിയൊരു പാനൽ വെച്ച് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ ലിഥിയം അയൺ ബാറ്ററി ചാർജ് ചെയ്ത് നമുക്ക് അത്യാവശ്യം ഒരു 1-2 ലൈറ്റൊക്കെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ലൈറ്റുകളൊക്കെ തെളിയിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലും അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിലും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്നൊരു അതായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമുക്ക് ഏകദേശം എല്ലാം തന്നെ സെറ്റ് ആയിട്ടുണ്ട് ഈ ഒരു പാനൽ വെച്ച്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാനൽ ഉപയോഗിച്ച് നമുക്ക് റീചാർജ് ചെയ്ത് വർക്ക് ചെയ്യുന്ന, അതായത് സോളാറിൽ മാത്രം റീചാർജ് ചെയ്ത് വർക്ക് ചെയ്യുന്ന റേഡിയോ വേണോ അല്ലെങ്കിൽ MP3 പ്ലെയറോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ലൈറ്റോ അല്ലെങ്കിൽ ഫാൻ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു 5 വോൾട്ടിൽ താഴെ ഉള്ള 5 വോൾട്ടിൽ താഴെ വർക്ക് ചെയ്യുന്ന എന്ത് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ അടുത്ത ആ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ആദ്യം മേടിച്ചത് ഈ ഒരു ചെറിയ പാനലായിരുന്നു. അപ്പോൾ ഈ ഒരു പാനലിനാണ് 100 രൂപയായത്. അപ്പോൾ ഈ ഒരു പാനൽ വെച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു 2-3 മാസമായി ഈ ഒരു പാനൽ മേടിച്ചിട്ട്. അപ്പോൾ ഈ ഒരു പാനൽ വെച്ച് നമുക്ക് ലിഥിയം അയൺ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് മേടിച്ചത്. അപ്പോൾ 100 രൂപ ആയതുകൊണ്ടാണ് പിന്നെയും വേറെ ഒരു എണ്ണം കൂടെ മേടിക്കാണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ചെറിയ പാനൽ നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ചെറിയ ഫാനുകളോ അല്ലെങ്കിൽ ചെറിയ എമർജൻസി ലൈറ്റിൻ്റെയൊക്കെ മേളിൽ ഇതുപോലത്തെ ചെറിയ പാനൽ കാണും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ലൈറ്റുകളൊക്കെ നമ്മൾ വെയിലത്ത് കൊണ്ടുവെക്കുന്ന സമയത്ത് അതിൻ്റെ ചാർജ് ഇൻഡിക്കേറ്ററൊക്കെ നല്ലപോലെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ഇതുപോലുള്ള പാനലൊക്കെ ഉള്ള ചെറിയ ലൈറ്റുകളൊക്കെ നമ്മൾ എന്തോരം നേരം വെയിലത്ത് വെച്ചാലും വലിയതായിട്ട് ചാർജ് ആവില്ല. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, ഇതിന് എത്രയുള്ള കപ്പാസിറ്റി ഒന്നുമില്ല.
അപ്പോൾ നമ്മൾ ഈ ഒരു പാനൽ വാങ്ങിക്കഴിഞ്ഞിട്ട് ഈ ഒരു ചാർജിങ് മൊഡ്യൂളിൽ കണക്ട് ചെയ്തായിരുന്നു നമ്മൾ ചാർജ് ചെയ്യാൻ നോക്കി. അങ്ങനെ നമ്മൾ കുറേ ദിവസം പരീക്ഷണം കിട്ടും, ഒട്ടും തന്നെ റിസൾട്ട് കിട്ടില്ല. അങ്ങനെ ഈ ഒരു പാനൽ നമ്മൾ ഉപേക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു. അങ്ങനെയാണ് കുറച്ചും കൂടി ഇതിനേക്കാളും ഇരട്ടി സൈസുള്ളൊരു പാനൽ നമ്മൾ നോക്കിയിരുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു പാനൽ വാങ്ങിയത്. അപ്പോൾ ഈ ഒരു പാനലിന് വലിയ പാനലിന് 285, അതിൽ ഈ ഒരു ചെറിയ പാനൽ അപ്പോൾ ഇതിനാണ് 100 രൂപ. അതായത് കടയിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ ഈ ഒരു വലിയ പാനലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് സൈസ് മാറ്റമുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സെല്ലുകളുടെ എണ്ണവും കൂടുതലുണ്ട് ഈ ഒരു വലിയ പാനലിൽ. അപ്പോൾ ഇതിന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു പാനൽ വാങ്ങിക്കഴിഞ്ഞ് ഏകദേശം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് നമുക്കൊരു 2200 mAh ബാറ്ററിക്ക് ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം ഒരു 3 വാട്ട്സിൻ്റെ പാനലെങ്കിലും മിനിമം വേണം. നല്ല വേലയ്ക്ക് ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചാർജായി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഒരു 1700 മുതൽ 2400 mAh ബാറ്ററിയൊക്കെയാണ് നമുക്ക് ഈ ഒരു പാനൽ വെച്ച് നമുക്ക് ചാർജ് ആക്കാൻ പറ്റും. ഞാൻ ഈ ഒരു സോളാർ പാനൽ മേടിച്ച് നോക്കിയപ്പോൾ നമുക്ക് 252 രൂപയ്ക്ക് വലിയ നഷ്ടമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഔട്ട്പുട്ട് തന്നെ ഈ ഒരു പാനലിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ മേടിച്ച് കൊടുക്കണമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അതുപോലെ നമ്മൾ സോളാർ പാനൽ നമ്മൾ ഒരിക്കലും ഇതുപോലെയുള്ള ലിഥിയം അയൺ ബാറ്ററി നമ്മൾ നേരിട്ട് കണക്ട് ചെയ്യരുത്. അപ്പോൾ അതിന് ഇതുപോലെ ചാർജിങ് മൊഡ്യൂൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു ചാർജിങ് മൊഡ്യൂളിലെ ലിങ്കും അതുപോലെ ഈ ഒരു സോളാർ പാനൽ മേടിക്കാനുള്ള ലിങ്കും ആമസോണിൽ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നമ്മൾ മേടിച്ച സമയത്ത് ഇതിൻ്റെ ആ ഒരു പാനലെല്ലാം പ്ലാസ്റ്റിക് ആയിരുന്നു കിട്ടിയത്. അതുകൊണ്ട് നല്ല ആമസോണിൽ നിന്നുള്ള നല്ല ലിങ്ക് നോക്കിയിട്ടേക്കാം. അതുപോലെ തന്നെ ബാറ്ററി മേടിക്കാനുള്ള ലിങ്ക്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു പോർട്ടിൽ നമ്മൾ പാനൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചാർജ് ഫുള്ളാകുന്നുണ്ടോ അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല. ബാറ്ററി ഫുള്ളാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജിങ് കട്ട് ഓഫ് ആയിക്കോളും. അങ്ങനെയുള്ള എല്ലാം ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തോളും. അതുപോലെ ലിഥിയം അയൺ ബാറ്ററി നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമ്മൾ ഓൺലൈനിൽ നോക്കിയ സമയത്ത് കടയിൽ കിട്ടുന്നേക്കാളും ഒരുപാട് വില കൂടുതലാണ്. ഈ ഒരു ചാർജിങ് മൊഡ്യൂളിന് ഏകദേശം ഒരു 60 രൂപ അങ്ങനെ എന്തൊക്കെയാണോ കാണിക്കുന്നത്, കടയിൽ അത്രയൊക്കെ ഉള്ളൂ. അതുപോലെ നമ്മൾ ഈ ഒരു ചാർജിങ് മൊഡ്യൂൾ ഉപയോഗിച്ച് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഫുൾ ചാർജ് ആകുമ്പോൾ ഒരു ബ്ലൂ ഇൻഡിക്കേറ്ററാണ് തെളിയുന്നത്. അതുപോലെ ഞാൻ ഈ ഒരു പാനൽ മേടിച്ച സമയത്ത് എനിക്ക് 285 രൂപയാണ് ആയത്. അപ്പോൾ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇപ്പോൾ അതിനകത്ത് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ വില കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അതുപോലെ ബാറ്ററി മേടിക്കാനുള്ള ലിങ്ക് ഇട്ടേക്കാം. ബാറ്ററിക്ക് നമുക്ക് കടയിലാണ് വിലക്കുറവ്. 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി ഏകദേശം 2200 mAh ബാറ്ററിക്ക്, നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററിക്ക് ഏകദേശം ഒരു 130-140 രൂപയുടെ ഇടയിലൊക്കെയാണ് ആവുന്നത് ഇപ്പം. അതുപോലെ ഈ ഒരു ചാർജിങ് മൊഡ്യൂളിൻ്റെ ലിങ്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു പോർട്ടിന് ഏകദേശം 60 രൂപയ്ക്കാണ് കടയിലാവുന്നത്.